ഇത് നമ്മുടെ 6ാം മാസത്തിലെ ഗുരുവായൂർ യാത്രയാണ്. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പോകാന്ന് വെച്ചിട്ട് കുറെ നാളായി ഉണ്ടായിരുന്നു. അവസാനം അതിനൊരു ചാൻസ് കിട്ടിയത് ഇപ്പോഴാണ്. രാത്രി 9:15 ട്രെയിൻ ഉള്ളത്. നമ്മൾ ഒല്ലൂരിന്നാണ് കയറിയാട്ടാ. അപ്പൊ ഇവിടെ അങ്ങനെ വലിയ തിക്കും തിരക്കും ബഹളമൊന്നുമില്ല, ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഈ ഒരു ടൈം ആയതുകൊണ്ടും ഗുരുവായൂർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ സാധാരണ ഇത്ര ആൾക്കാർ ഉണ്ടാവാറില്ല. നമ്മൾ വേഗം പോയി ടിക്കറ്റ് എടുത്ത് നിന്നു. ഭയങ്കര ക്ലിയർ കുറവുണ്ട് കേട്ടാ. ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു ഭാഗം ഫുള്ള് ഇരുട്ടാകുന്നുണ്ടാ. അപ്പൊ കുഞ്ഞന്റെ ട്രെയിനെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുകയാണ്. നമ്മളിത് കുറച്ച് മാറി കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ, അതിനൊപ്പം ഫുള്ള് ഇരുട്ട്. പിന്നെ ഇത് ജനറൽ ആയതുകൊണ്ട് പ്രത്യേക സീറ്റ് ഒന്നും ഉണ്ടാവില്ല, അതാണ് ഒരു ടെൻഷൻ ഉള്ളത്. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രെയിൻ എല്ലാ സ്റ്റോപ്പിൽ നിർത്തി വരുന്ന ട്രെയിനാണ്. എല്ലാ സ്റ്റോപ്പിൽ നിർത്തി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുവായൂർ വരെ എല്ലായിടത്തും നിർത്തി കൊണ്ടുവരും. തിരിച്ചു വരുമ്പോഴും ഈ ട്രെയിൻ തന്നെയാണ്. അവിടെ എത്തിയിട്ട് നമുക്ക് സ്റ്റേ അറിയില്ല ഗൈസ്. കാരണം അവിടെ എത്തിയിട്ട് എല്ലാം വിളിച്ചു ചോദിച്ചപ്പോൾ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. പേപ്പറിൽ ഒരു 4 പുതിയ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ദേവസ്വത്തിൻ്റെ പരിപാടിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഓൺലൈൻ ബുക്കിംഗ് ഇല്ല. പിന്നെ എല്ലാം ബുക്കിംഗ് ആണ്. എന്തിനാ പിന്നെ തുടങ്ങിയെന്ന് എനിക്കറിയില്ല. എല്ലാം പറഞ്ഞു. ഇത് നമ്മൾ കുറച്ച് ആളുമ്പോൾ വിളിച്ചു ചോദിച്ചപ്പോഴും അവർ ഓൺലൈൻ ബുക്കിംഗ് ഇല്ല, അവിടെ നല്ല ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ബാക്കിയുള്ളൊരു സൗകര്യത്തിന്റെ രീതിയിലാണ് ഓൺലൈൻ ബുക്കിംഗ്. ഓൺലൈൻ ബുക്കിംഗ് നമ്മളിപ്പോ ജസ്റ്റ് കിടന്നുറങ്ങാണ്ട് ആവശ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലായതുകൊണ്ട് നമുക്ക് റൂം എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അമ്പലത്തിൽ കിടക്കാം. അവിടെ എത്തിയിട്ട് അറിയാം റൂം കിട്ടുമോ, അമ്പലത്തിൽ നിൽക്കേണ്ട വരുമോ. എനിക്കത് തന്നെയോ പ്രഗ്നന്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പം ദീപാരാധന കാണാനാണ് പോണേ. നിർമ്മാല്യം അവിടെ പോയിട്ട് എന്താവുന്നു. നമ്മളിപ്പോ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലുകാരെ ബുക്ക് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഹോട്ടലുകാർ 11 മണി വരെയാണ് നമ്മളെ വെയിറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. 11 മണി കഴിഞ്ഞ ആളുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. 24 അവർ ഇതുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഹോസ്റ്റൽ വാടന തോന്നുന്നുണ്ട്. അയാൾ 10 മണി കഴിഞ്ഞാൽ കുട്ടികളെ ഗേറ്റിൽ പുറത്ത് വിടില്ല, അങ്ങനത്തെ ഒരു ഇതാ തോന്നുന്നുണ്ട്. അറിയില്ല, പോയിട്ട് തരും ബാക്കി കാര്യം. അപ്പോൾ എന്നിട്ട് പറയാൻ വന്നത്. അപ്പോൾ ഇപ്പോൾ 9:30 ട്രെയിൻ ഇവിടെ എത്തുള്ളൂ. 10:30 10:45 അവിടെ എത്തുമ്പോൾ അവിടുന്ന് 2 കിലോമീറ്റർ ഏകദേശം ഉണ്ടെന്നാണ് ഇതിൽ കാണിക്കണത്. പിന്നെ 300 മീറ്റർ ഉള്ളൂ ഈ സംഭവത്തിന്. ഹോട്ടലിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഹോട്ടലുകളൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഹോട്ടല് ചിലപ്പോൾ 10-30 നില മുകളിലായിരിക്കും. അപ്പോൾ അതിന്റെ മുകളിൽ ചിലപ്പോൾ തൃശ്ശൂർ പത്തങ്ങളായിരിക്കും. ഒരു ഹോട്ടൽ അതിലുണ്ടായിരുന്നു, പക്ഷെ 3rd ഫ്ലോറിൽ മാത്രമേ ഉള്ളൂ. 3rd ഫ്ലോറിൽ ലിഫ്റ്റ് ഇല്ല, അവിടെ 3 ഫ്ലോർ നമ്മൾ കയറണം. അപ്പോൾ ഞാൻ അതെടുത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി കാര്യങ്ങൾ അവിടെ വന്നിട്ട് അറിയാം. അതന്നെ പറഞ്ഞ അവിടെ വന്നിട്ട് അറിയാം എന്താണെന്ന്. ഓക്കെ ബൈ. ട്രെയിൻ വരാറായിട്ടുണ്ട്. പുതുക്കാട് എത്തിയിട്ടുണ്ടെന്ന് വേറിസ് മൈ ട്രെയിനിൽ കാണിച്ചു. സീറ്റ് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. സീറ്റ് കിട്ടിയില്ലെങ്കിൽ 1 അവർ നമ്മൾ നിന്ന് പോകും. പിടിച്ചിട്ടുണ്ടെങ്കിൽ പുതുക്കാട് നിന്ന് എടുത്തു ഗൈസ്. ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, റെയിൽവേൻ്റെ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എത്തുമായിരിക്കും. പക്ഷെ നമ്മൾ ഇരുട്ടത്ത് നിൽക്കണം പോലെ. ഇരുട്ടത്താണ് നിൽക്കണത്, അതാണ് ഇരുട്ടത്ത് നിൽക്കണ പോലെ. സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. 2 സീറ്റ് ഒരു സീറ്റ് കിട്ടിയാൽ മതി. ഞാൻ മാത്രം ഇരുന്നാൽ മതി. ലൈറ്റ് ഇട്ടു. ഇവിടെ ട്രെയിൻ വരുമ്പോൾ ലൈറ്റ് ഇട്ടുള്ള തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ മറ്റേത് പറഞ്ഞില്ലേ കൃപയോ ഖാരി കേടി നമ്പർ ട്രെയിൻ നിർത്താൻ തന്നെ വൈകി. 1 മിനിറ്റ് ട്രെയിൻ നിർത്തുള്ളൂ, അതാണ് ആകെ ടെൻഷൻ. അത് നമ്മൾ ഓടിച്ചായി ട്രെയിനുള്ളിൽ കയറി. അവൾക്ക് സീറ്റ് കിട്ടി. സാൻഡ്വിച്ചിലെ ബണ്ണിന്റെ ഇടയിൽ പറ്റ പാറ്റീസ് പോലെ എനിക്കും ചെറുതായിട്ടിരിക്കുന്ന സ്ഥലം കിട്ടി. ഇവരുടെ ഇടയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഇരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു സീറ്റിന് കിട്ടിയത് ഭാഗ്യം. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരിക്കാന്ന് വെച്ചാൽ ഫോണൊക്കെ എടുത്തു. ഞാൻ അവളെ ഷൂട്ട് ചെയ്തിരിക്കാന്ന് വെച്ചപ്പോൾ അവൾ എന്നെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഈ ട്രെയിൻ എല്ലാവരും ഇങ്ങോട്ട് തന്നെ തോന്നുന്നുണ്ട്. ട്രെയിൻ കാലി. ശരിക്കുണ്ടായ പേര് ഇവിടുത്തെ സംഭവം ഇത് കഴിഞ്ഞിട്ടാണ്. കറക്റ്റ് നമ്മൾ ട്രെയിൻ ഇറങ്ങി നടക്കുമ്പോൾ അവിടെ ഓട്ടോറിക്ഷക്കാരും ബാക്കി ടാക്സിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഹായ് ഗൈസ്, 1.5 കിലോമീറ്ററുള്ള സ്ഥലത്തിന് ഒരു 4 കിലോമീറ്റർ പറഞ്ഞു ഗൈസ്. എല്ലാവരും അത് ഭയങ്കര കത്തിമാരുടെ വർത്താനം ഒരുമാതിരിയാണ്. പക്ഷെ കിട്ടിയില്ല. നമ്മള് വിളിച്ചേനെ, പക്ഷെ കിട്ടിയില്ല. ഗുരുവായൂർ വരികയാണെങ്കിൽ അവിടെ തന്നെ ഇതെടുത്തു കഴിഞ്ഞാൽ പൈസ ഇഷ്ടം പോലെ പോകും. കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. 2 കിലോമീറ്റർ ചിലപ്പോൾ 6 കിലോമീറ്റർ പറയും. 1 കിലോമീറ്റർ ആണ് നമ്മളെ മാപ്പിൽ കാണിക്കുന്നത്. 1.5 കിലോമീറ്റർ. ഇവരോട് ചോദിച്ചപ്പോൾ 4 കിലോമീറ്റർ എന്നാണ് പറയണത്. സോ സാഡ്. ഓട്ടോറിക്ഷ കിട്ടുന്നു വിചാരിക്കും. അല്ലെങ്കിൽ നമ്മൾ പതിയെ പിച്ച വെച്ച് നടക്കുന്നുണ്ട്. പിന്നെ അവിടെ നടന്നെത്തുമ്പോഴേക്കും നിർമ്മാറ്റ സമയം കഴിച്ചു.
വെറും 1.5 കിലോമീറ്ററിന് ഓട്ടോഷാരൊക്കെ ഭയങ്കര കത്തി പൈസ പറയുന്നുണ്ടായിരുന്നത്. പിന്നെ പലരും അങ്ങോട്ട് പോകുന്നില്ല. എന്തിനാണ് ഓട്ടോറിക്ഷ കൊണ്ട് നടക്കണം? പല സ്ഥലത്ത് 4 പൈസ കൊണ്ട് തന്നെ നമ്മൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ ഒരു അവസ്ഥ ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തു. കുറച്ച് അങ്ങോട്ടൊക്കെ പോയി നോക്കി. ഈ 1 കിലോമീറ്റർ മാത്രമുള്ളതാണ് ഊബറും നോക്കാഞ്ഞ്. അങ്ങനെ എന്തും പറ്റുന്ന വെച്ചിട്ട് ഒരു ഓട്ടോറിക്ഷ കയറി. പൈസ മാത്രമല്ല, ഈ ചേട്ടൻ പോയി സ്പീഡ്, അതും പ്രഗ്നന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടും. നമ്മൾ പറഞ്ഞില്ല പതുക്കെ പോണം, പ്രഗ്നന്റ് ആണെന്ന്. ഒരു ഭയങ്കര മാനേഴ്സ് ഇല്ലാത്ത ആൾക്കാർ കേട്ടോ. പതുക്കെ പോണെന്ന് പറഞ്ഞപ്പോ ഹൈ സ്പീഡിലാ പോയിട്ട്. അത് 100 രൂപ വാങ്ങി. 1.5 കിലോമീറ്റർ പോലും ഇല്ല, 100 രൂപ വാങ്ങി. ഹായ് ഗൈസ്, അങ്ങനെ തന്നെ 1 മണി വരെ ടൈം ഉണ്ട്. ചെക്ക് ഇൻ ചെയ്തു ഗൈസ്. ആദ്യം നമുക്ക് സെക്കൻഡ് ഫ്ലോറിലല്ലേ തന്നെ വലിയ ദൂരം ഉണ്ടായില്ലേ. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വാങ്ങിച്ചു സ്റ്റെപ്പ് കാരണം ഇവിടെ ലിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോകണം ഗൈസ്. ഇതുപോലെ ബഡ്ജറ്റാണ് കേട്ടോ. നമ്മൾ കിടന്നിറങ്ങാൻ വേണ്ടി മാത്രമായിട്ടാണ് ബുക്ക് ചെയ്തത്. 800 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. മേഘ ടൂറിസ്റ്റ് ഹോം എന്നാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ. കിടക്കാൻ മാത്രം വരാൻ ചേട്ടാ പോയി ഫ്രെയിം എനിക്ക് വയ്യ. ഇതിൽ നല്ല റൂംസ് ഉണ്ടാവും കേട്ടോ ചിലപ്പോ ഇവിടെ. നമ്മൾ ബേസിക് പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ വേണമെന്ന് പറഞ്ഞല്ലോ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ എണീറ്റ് റെഡി ആയി. എനിക്ക് തോന്നുന്നു എത്ര മണിയായിട്ടപ്പോൾ 1:45 കേട്ടോ. 2 മണിയാകുമ്പോഴേക്കും നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ മറ്റൊരു ട്രെയിൻ നിലയ്ക്ക് കഴിഞ്ഞ അവിടെ എത്തും. അതിന് മുമ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ എത്താം. പക്ഷെ നടക്കും. ഈ ഡ്രസ് ഇടുമ്പോൾ ഗുണ്ടുപണിയായിട്ടുണ്ടല്ലേ. എന്നോട് ചോദിച്ചു പറഞ്ഞു. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോവാണ്. തിരക്കുണ്ടാവാൻ നോക്കാം. ഉണ്ടാവില്ല എന്തായാലും. 600 മീറ്റർ എന്നാണ് മാപ്പിൽ 600 മീറ്റർ എന്നാണ് കാണിക്കുന്നത്. ഈ ആളോട് പറഞ്ഞത്, ആള് താഴത്ത് പറയുന്നത് 300 മീറ്റർ എന്നാണ്. ശരി, 300 മീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 600 മീറ്റർ ആയാലും നടക്കാം എന്നുള്ളൊരു ഇതിൽ പോവാം. ഇപ്പം തന്നെ വഴിയിൽ കുറേ ആൾക്കാർ അമ്പലത്തേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ടായിരിക്കും. ഫോൺ വയ്ക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ക്ലോക്ക് റൂമില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും ഗൈസ്. കാരണം ഉള്ളിൽ കയറാൻ പറ്റില്ല, ഫോൺ എന്തായാലും ഉള്ളിൽ കയറ്റാൻ പറ്റില്ല, ബാഗ് കൊണ്ടുപോകാൻ പറ്റില്ല. ബാഗ് പിന്നെയും കൊണ്ടുപോകാൻ പോകുന്നുണ്ട്. കുഞ്ഞ് ബാഗ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാനാണ് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. പിന്നെ പക്ഷെ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. ഒരാൾക്ക് മാത്രം ഉള്ളിൽ കയറിയിട്ട് മറ്റടുത്ത അടുത്ത ആൾ അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറേണ്ടി വരും. പിന്നെ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യേണ്ടത്. അമ്പലത്തിൽ നടയിലെത്താറായി. ഇവിടെ എത്തിയപ്പോൾ വലിയ തിരക്കും ബഹളമൊന്നും ഇല്ല കേട്ടോ. 1-2 കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വേഗം ക്ലോക്ക് റൂമിൽ പോയിട്ട് ഫോണും ചെരുപ്പും ബാക്കി സംഭവങ്ങളൊക്കെ അവിടെ വെച്ചു. നമുക്ക് ഊഹിക്കാം എന്തായാലും ഗുരുവായൂരിൽ നിൽക്കുമ്പോൾ എന്തായാലും തിരക്കുണ്ടാവും. അത് ഇത്ര നേരത്തെ വഴി തിരക്കുണ്ടാവും എന്നറിയാം. എന്നാലും നമ്മൾ ഇവിടെ അത്ര വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് അങ്ങ് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പതുക്കെ അങ്ങോട്ട് നടന്നു. വലിയ തിരക്കൊന്നും ഇല്ലെന്ന പ്രതീക്ഷയിൽ. പക്ഷേ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലേ, ഭയങ്കര ടയർഡാണ്. അതായത് നമ്മൾ 1:30-1:45 ഇവിടുന്ന് പോയിട്ട് ഇവിടെ നിന്ന് 5 മിനിറ്റ് ഉള്ളൂ. 1:50 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരിക്കും. 9 മണി വരെ നമ്മൾ ക്യൂ നിന്നു കേട്ടോ. 9 മണി വരെ ഭയങ്കര ടയേർഡായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡായി. അപ്പോൾ അത് വന്ന് കഴിഞ്ഞ് ഒരു റൂമിൽ വന്ന് എങ്ങനെ കിടന്നാൽ മതി എന്നായി എനിക്ക്. അപ്പോൾ വന്ന് കിടന്നിട്ട് ഒന്നുകൂടി പോയിട്ട് വരാമെന്ന് വിചാരിക്കണു. അപ്പം അത് നമ്മൾക്ക് പോവാം. ഏട്ടാ എന്താ എക്സ്പീരിയൻസ് പറയൂ. എത്ര മണിക്കൂർ നിന്നാലും അത് മാറുന്നില്ല, വരുന്നില്ല. ഒരു മെയിൻ ആൾക്കാരെ മാത്രം കുറച്ച് ആൾക്കാരെ കറക്റ്റ് വിടുക. സാധാരണ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പൂജ. അരമണിക്കൂറിൽ മാക്സിമം ആൾക്കാർ പോകട്ടെ. അരമണിക്കൂറിൽ ആകെ 10-30 പേര് പിന്നെ ബ്ലോക്ക് ചെയ്യും. പിന്നെ എന്നിട്ട് അവിടെ ചെയ്യുന്നത് നമുക്കറിയില്ല. കുറെ പേർക്ക് അവിടെ പൈസ കൊടുത്ത് കയറാൻ അങ്ങനത്തെ പരിപാടി ഉണ്ട്. അങ്ങനത്തെ ആൾക്കാർ കയറുണ്ടായിരുന്നു. പിന്നെ കുറെ കാറിലൊക്കെ വന്ന ആൾക്കാർ കയറുണ്ടായിരുന്നു. വലിയ ആൾക്കാരല്ലേ, വലിയ മാലയും ഇതൊക്കെ ഇട്ടിട്ട് അവരൊക്കെ സുഖമായിട്ട് കയറി ഇറങ്ങി പോകണ്ടായിരുന്നു കേട്ടോ. സാധാരണക്കാർക്ക് പോകാൻ ഈസി അല്ല. പിന്നെ വയസ്സായവർക്ക് വരാതിരിക്കാൻ നല്ലതല്ലേ. അല്ലെങ്കിൽ പൈസയും കൊണ്ട് വരിക, എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് കയറാൻ പറ്റുന്നതിൽ പൈസയും കൊടുത്തിട്ട് വരിക. അത് നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായില്ലേ ഗുരുവായൂർ വന്നിട്ട്. അപ്പോൾ എനിക്കൊരു ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ബാഗ് ഇവിടെ തന്നെ വെച്ചിട്ട്
പോയിട്ട് ചേട്ടൻ വന്നിട്ട് ബാഗ് എടുത്തിട്ട് പോകും അല്ലേ. ഇനി ഊട്ടിന് എടുക്കാനുള്ള ഒരു ശേഷിയില്ല. ചിലപ്പോൾ തിരക്കില്ലെങ്കിൽ നിൽക്കും. തിരക്കുണ്ടാവും, നല്ല തിരക്കായിരുന്നു കേട്ടോ ഒന്ന്. പക്ഷെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് തിരക്ക് കുറവായിരുന്നു ഒന്നല്ലേ. അപ്പോൾ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ VIP അല്ലാത്തതുകൊണ്ടും സെലിബ്രിറ്റി അല്ലാത്തതുകൊണ്ടൊക്കെ ഒരു 9:30-10 മണിയായപ്പോൾ ഒന്നും കൂടെ ഇറങ്ങി. ഇവൾക്ക് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റിയില്ല. എന്നാൽ പോലും നമ്മൾ ഒരു 1:50 2 മണി തൊട്ട് ഏകദേശം ഒരു 9 മണി വരെ വരി നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അടുത്ത പോലും എത്തിയില്ല. അതാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. എന്തായാലും നമ്മൾ ഇനി വരി നിന്നിട്ട് അവിടെ എത്താൻ പരിപാടി ഉണ്ടായിരുന്നില്ല. കാരണം എന്തായാലും എത്തില്ല. ഇഷ്ടമുള്ള ടൈം ഇനിയും നേരത്തെ നിന്ന് അതേ ടൈം ഇനി നിൽക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലൂടെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുമല്ലോ. അതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഗുരുവായൂരപ്പനെ നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും പുറത്തുനിന്ന് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ മുമ്പ് തന്നെ ഈ ഒരു സംഭവം ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് നിർമ്മാലയം കാണണമെന്ന ആഗ്രഹം കൊണ്ടാണ് അവിടെ നിന്നത്. നിർമ്മാലയം കഴിഞ്ഞിട്ട് ദീപാരാധന വരെ നീണ്ടു തുടങ്ങുമെന്ന് വിചാരിച്ചപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇപ്പോഴും വരി നീങ്ങിക്കൊണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ എപ്പോൾ ആൾക്കാരാണാവോ. ഇറങ്ങി പോകാനായിട്ട് ഏറ്റവും ദേഷ്യം വന്നത് ഇത്ര തിരക്കോ വരി വന്നുകൊണ്ടല്ല. ഈ തിരക്കും വരിയുള്ള സമയത്ത് തന്നെ അവരെ ബ്ലോക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ കടത്തി വിടായിരുന്നു. നമ്മൾ ഇത്ര നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അത് നമുക്ക് ഭയങ്കര വിഷമമായി. അതൊരു ചെയ്യാൻ പാടുള്ള ഒരു നല്ല കാര്യമല്ല അത്. പൈസ അനുസരിച്ചിട്ടും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അനുസരിച്ചിട്ടും അവർക്ക് ഇഷ്ടമുള്ളവരെ കടത്തിവിടുക, അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത് ഒട്ടും നല്ലൊരു പരിപാടിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഒന്നാമത് ടയേർഡായി ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് ഏറ്റവും അധികം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ കുറേ നേരം അവിടെ നിൽക്കും. പിന്നെയും കുറേ പേര് കടന്നു പോവും, അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തും, കുറേ ആൾക്കാരെ കടത്തി വിടും, അതിൻ്റെ ഇടയിൽ നടക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അടുത്തൊന്നും കണ്ടിറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും നമ്മൾ ഇത്ര നേരത്തെ പോയിട്ടാണ് ഈ കാര്യം പറയണത്. അതുകൊണ്ടാണ് തലേദിവസം തന്നെ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് അവിടേക്ക് പോയത്, കാണാനുള്ള ആഗ്രഹം കൊണ്ട്. പക്ഷേ കാണാൻ പറ്റിയില്ല. പിന്നെ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ പോയിപ്പോൾ അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വേണമെങ്കിൽ ഫോട്ടോസ് എടുത്തോ, പക്ഷേ വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്ന്. എന്താണ് അതിൻ്റെ ഐതിഹ്യം എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഫോട്ടോസ് എടുക്കാൻ പറ്റും, പക്ഷേ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ട്രെയിനിന് ഇൻ ടൈമുള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ കുറച്ച് ഫാൻസി സ്റ്റോറിലൊക്കെ പോയിട്ട് കുറച്ച് ലാഭത്തിന് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെയൊക്കെ കുറച്ച് നേരം തപ്പിത്തറിഞ്ഞ് നടന്നു. അത്യാവശ്യം കളക്ഷൻ ഉണ്ടായിരുന്നു, വലിയ പ്രൈസൊന്നും ഇല്ലാത്ത ഒരുപാട് ചെറിയ ചെറിയ കടകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയിപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് കണ്ടത് വളകളുടെയാണ്. പലതരത്തിലുള്ള വളകൾ, പല ഡിസൈനിലും പല പ്രൈസിലും കളറിലും വലുപ്പത്തിലുള്ള ഇഷ്ടംപോലെ വളകളുണ്ടായിരുന്നു. ലേഡീസിൻ്റെ ഒരു മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് തന്നെ പറയാം. നിങ്ങൾ മെയിനായിട്ട് വള വാങ്ങാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്തായാലും അങ്ങോട്ട് പോയിക്കോളൂ. കാരണം അത്രയധികം ഉണ്ട് വളകളുടെ കളക്ഷനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു പാക്കറ്റ് എടുത്തിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് തപ്പിത്തടഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. വള മാത്രമല്ല, ഏകദേശം ലേഡീസിൻ്റെ എല്ലാ ഫാൻസി ഐറ്റംസും അവിടെ ഉണ്ടാവും. ഗുരുവായൂർ വന്നാൽ മസ്റ്റായിട്ട് ഒരു മയിൽപ്പിരി വാങ്ങണമല്ലോ. ഒരു മയിൽപ്പിരി വാങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് നടന്നു. നമ്മൾ അവിടെ ഒരു പ്രത്യേക ഒരു ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ഫുഡൊക്കെ കിട്ടണത്. അപ്പോൾ ആ ഹോട്ടൽ തപ്പിയിട്ടാണ് നമ്മൾ അങ്ങനെ നടക്കേണ്ടായിരുന്നത്. പക്ഷേ അത്യാവശ്യം കുറച്ച് നടന്നിട്ടൊക്കെ ആ ഹോട്ടൽ കണ്ടെത്തിയില്ല. നമ്മളിതിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കി. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് കുറച്ച് പകുതി എത്തിയപ്പോൾ അവർ വീണ്ടും യൂട്ട് എടുക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ തിരിച്ചെത്തി. നമുക്ക് ട്രെയിനിൻ്റെ സമയം വന്നുകൊണ്ട് തന്നെ പഴയിടത്തിൽ പോയിട്ട് സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു. പഴയിടത്തിലെ സദ്യനെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടെന്ന് വെച്ചിട്ട് സദ്യ ഓർഡർ ചെയ്തു. സദ്യ അത്യാവശ്യം ഒരു കുഴപ്പമില്ല സദ്യ, ഒരു ആവറേജ് സദ്യ, ഒരു അടിപൊളി സദ്യ ഒന്നും പറയാൻ പറ്റില്ല. പ്രൈസും ഉണ്ടായിരുന്നുണ്ട്, ഏകദേശം 220 രൂപയായിരുന്നു. നമ്മൾ ഓണത്തിൻ്റെ സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് പ്രൈസ് കൂടിയാണെന്ന് അറിയില്ല. അപ്പോൾ സദ്യയും കഴിച്ച് പതുക്കെ ഗുരുവായൂരിൻ്റെ ട്രെയിനിൻ്റെ സമയം ഉണ്ടായിരുന്നു. 12:15 മറ്റുമാണ് ട്രെയിൻ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേഗം ട്രെയിനിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് നിന്നു. ട്രെയിൻ ടിക്കറ്റ് എടുക്കാനായിട്ട് അതിൻ്റെ വലിയ തിരക്കാറുണ്ട്. ട്രെയിൻ പോകുന്ന പോലും വിചാരിച്ചു. അങ്ങനെ ഒരു ഗുരുവായൂർ വ്ളോഗ് അവസാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഫാൻറ്റസി വേൾഡ് ഓഫ് മിസ്സിസ് എക്സ് ഡാൻ.